ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ദേശമംഗലം തലശ്ശേരി MSA ബനാത്ത് യത്തീംഖാനയിൽ 4 യുവതികൾ കൂടി ദാമ്പത്യ ജീവിതത്തിലേക്ക്. ദേശമംഗലം തലശ്ശേരി MSA ബനാത്ത് യത്തീംഖാനയിൽ 4 യുവതികളുടെ വിവാഹം നടന്നു. യത്തീംഖാനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 187 വിവാഹങ്ങൾ പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് ഭാരവാഹികൾ. പാലക്കാട് സ്വദേശിനി സാബിറയ്ക്ക് വരവൂർ സ്വദേശി സാദിഖ് വരനായും, വാൽപ്പാറ സ്വദേശിനി ഫാത്തിമയ്ക്ക് കാസർഗോഡ് സ്വദേശി മുൻഷീറും, പൊന്നാനി സ്വദേശിനി ഹർഷിക ബീഗത്തിന് പൊന്നാനി സ്വദേശി ജസീലും, വടക്കാഞ്ചേരി സ്വദേശിനി സുറുമിക്ക് തോന്നൂർക്കര സ്വദേശി മുഹമ്മദ് ആഷിഖ് വരനായുമാണ് വിവാഹങ്ങൾ നടത്തിയത്. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ നിക്കാഹ് കർമ്മം യത്തീംഖാന ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി നിർവഹിച്ചു. തലശ്ശേരി മഹല്ല് ഖത്തീബ് അഡ്വക്കേറ്റ് ഷമീം അൻവരി, EP അബ്ദുള്ള കോയ തങ്ങൾ, TA ഖമറുദ്ദീൻ, TA എയ്ദീൻകുട്ടി, TM ഹംസ, P മമ്മിക്കുട്ടി, TP ഹംസ, മൂസ ഫൈസി, KA റസാഖ്, മുസ്തഫ പള്ളത്ത്, ഷംസുദ്ദീൻ, KA മുഹമ്മദ് ഹാജി, CM അബൂബക്കർ, P മുഹമ്മദ് കുട്ടി, VC അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവിടെ ഈ വിവാഹം ചെയ്യപ്പെടുന്ന ഈ മക്കളെല്ലാവരും സഹീതകളാവും. അതായത് തൻ്റെ പ്രിയതമന് വേണ്ടി ജീവിതത്തിൻ്റെ ഏത് വഴിയും അവിടെയൊക്കെ മക്കയിലെ ജീവിതത്തിൻ്റെ സമയത്ത് ദാരിദ്ര്യത്തിൻ്റെ എല്ലാത്തരം ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നേരത്ത് മുഹമ്മദ് ദരിദ്രനാണെന്ന് ഖുറൈശികൾ പരിഹസിക്കുമ്പോൾ, അല്ല, മുഹമ്മദ് ദരിദ്രനല്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിതാ എൻ്റെ സമ്പത്തിൻ്റെ അനന്ത കോടികൾ കൊടുത്തിട്ട് എൻ്റെ ഹബീബിന്, എൻ്റെ പ്രിയതമന് ഞാൻ സമ്പന്നനാക്കുകയാണെന്ന് പറഞ്ഞ ഖദീജയെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സകലമാന ബുദ്ധിമുട്ടുകൾക്ക് മുമ്പിലും തൻ്റെ പ്രിയതമനോട് ചേർത്ത് നിൽക്കാൻ സാധിക്കണം. അതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ ഉപദേശിക്കുന്നത്, കുടുംബ ബന്ധത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇഴകളെങ്ങാനും പൊട്ടിപ്പോയാൽ അത് വല്ലാത്ത അപകടങ്ങളും ദുരന്തങ്ങളുമാകുന്ന കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിൽ കൊളുത്തിവെച്ച ഒരു ദീപം പോലെ നിങ്ങൾക്കായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഇണകളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചു തരുന്നതാണ്. അതായത് നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോകാനാവാത്ത ഒരു അഭേദ്യമായ ബന്ധം അവരും നിങ്ങളും തമ്മിൽ ഒരു ആത്മീയമായ ബന്ധം നിലനിർത്തുന്നു. നിങ്ങളിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചതെന്നാണ്. നിങ്ങളിൽ നിന്ന് സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുമായി ചേർന്ന് നിൽക്കാനാണ് അവർ വരുന്നത് എന്നതാണ്. എന്തിനാണ് അവർ വരുന്നത്? അവളിലേക്കൊന്ന് ചേർന്ന ഒരു പരിഗംഭനം ഉണ്ടാകുന്നത്, ഒരു ആലിംഗനം ഉണ്ടാകുന്നത്. നമ്മളറിയാതെ ജീവിതത്തിന്റെ കൊടുങ്കാറ്റ് പിടിച്ച സകലമാന വ്യഥയും ആ ചേർന്നു നിൽക്കുന്ന നേരത്തിൽ അതെല്ലാം അവസാനിച്ചു പോകും. ന്യൂസ് ഡെസ്ക് CCV.